കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രിയായിരുന്നല്ലോ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ. അദ്ദേഹം ആ സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിനും പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തിനും നിയമത്തിനും വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തതെന്നുള്ള വിവരം വ്യക്തമാക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ ഇരുന്ന് വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകുക അല്ലാതെ താഴെത്തട്ടിൽ ഒരു മാറ്റവും കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നത് സംസ്ഥാനത്തെ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് വഴി നാം നടപ്പിലാക്കിയത് വിപ്ലവകരമായ പദ്ധതികളാണ്. 5 വർഷക്കാലം കൊണ്ട് നൈപുണ്യ രംഗത്ത് സംസ്ഥാനത്തെ ഗവൺമെൻറ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും ചെയ്തതും ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രി ആയിരുന്നപ്പോൾ ചെയ്തത് നമ്മൾ കൂട്ടിയാൽ രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്ന മാർക്ക് 0, വെട്ട 0-ആണ്. കേരള ഗവൺമെൻറ് എ ഗ്രേഡ്, 100-ൽ 100. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ എന്താണ് അദ്ദേഹം ചെയ്തതെന്ന് സംബന്ധിച്ചിടത്തോളം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് നിയമമണ്ഡലത്തിൽ നടന്നത് സമാനതകളില്ലാത്ത വികസന വിപ്ലവമാണ്. ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നത്. അദ്ദേഹം പറയുന്നത് ഒരു വികസനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓപ്പൺ ഡിബേറ്റിന് വെല്ലുവിളിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആരാണിത് ഈ കള്ളത്തരങ്ങളൊക്കെ എഴുതി കൊടുക്കണമെന്ന് അറിയില്ല. പൂജപ്പുര അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ടല്ലോ മൈതാനം പുറത്ത്. 29-ാം തീയതി എത്ര മണിക്ക്? രാവിലെ കൊണ്ട് ഉച്ചവരെ ഞാൻ തയ്യാറാണ്.